വിവിധ സംസ്ഥാനങ്ങളിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്ക് എതിരെ ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രതിഷേധം. ജയിലിലുള്ള വിദ്യാർത്ഥികളെ വിട്ടയക്കുക, കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പോലീസ് അനുമതിയില്ലാതെ ജന്തർ മന്ദറിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ജയിലിൽ വിദ്യാർത്ഥികൾ തുടരുമ്പോൾ സമരം അവസാനിപ്പിച്ച കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എതിരെ കൂടിയാണ് സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്ത പ്രതിഷേധം ഉണ്ടായത്. ഡൽഹി ജന്തർ മന്ദർ ഒരിക്കൽ കൂടി സമരവേദിയായിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഡൽഹിയുടെയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അവരെ പുറത്തിറക്കുന്നത് വരെ CJP സമരമുഖത്ത് ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹി ജന്തർ മന്ദറിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി ആളുകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് മാർച്ച് ചെയ്തെത്തുകയായിരുന്നു. SFI, ഐസ തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ ദിശ, ASF തുടങ്ങിയ സംഘടനകളും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൽഹി ജന്തർ മന്ദറിലേക്ക് എത്തുകയും ചെയ്തു. ഈ വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ആക്ടിവിസ്റ്റുകൾ, അതായത് സാമൂഹ്യ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ എന്നിവരെ മോചിപ്പിക്കണം എന്നതാണ്. If they will not release all the activists and the students, then we can raise this protest further. ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്. CJP ഉൾപ്പെടെയുള്ള ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാക്കളും പാർട്ടികളും കൂട്ടായ്മകളും എല്ലാം ഒരിക്കൽ കൂടി രംഗത്തെത്തണം. പകരം ജയിലിൽ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, ജയിലിൽ അടച്ച വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനായി ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്, വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. CJP നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം. കേസും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും എല്ലാം തന്നെ CJPയുടെ ഭാരവാഹികൾ നടത്തുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോഴും ജയിലിനകത്താണ്. അവരെ മോചിപ്പിക്കുന്നത് വരെ സമരം നീട്ടിക്കൊണ്ടുപോകാനോ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനോ CJP തയ്യാറായില്ല എന്നതാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ ഒരു കാരണങ്ങളിലൊന്ന്. അതോടൊപ്പം തന്നെ പോലീസിനോടും ഇവർ ആവശ്യപ്പെടുന്നത് ജയിലിലടച്ച വിദ്യാർത്ഥികളെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ്, സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്ന് തന്നെയാണ്. ക്യാമറമാൻ ജഗദീഷ് വിഷ്ണുപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.